എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്കറിയാം കുറേ പേര് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് താല്പര്യപ്പെടുന്നവരുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി സബ്സ്ക്രൈബേഴ്സാണ് ഈ അടുത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഈ ഒരു വീഡിയോ കാണാൻ പറ്റാത്തവരായിട്ട് കുറേ പേര് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും അതുപോലെ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം കേട്ടോ. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വിശ്വസിച്ച് നമ്മൾ എല്ലാവർക്കും എല്ലാം ചെയ്ത് കൊടുക്കും. ലാസ്റ്റ് നമ്മളെ കരിവാരിത്തേക്കുന്ന കുറച്ച് കൂട്ടർ ഉണ്ട് നമ്മുടെ കൂടെ. അത് ഇപ്പോൾ ഒന്ന് പോയാൽ വേറൊന്ന് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ കാണും എങ്ങനെയെങ്കിലും. കാര്യം എല്ലാവരും നല്ല രീതിയിലായിരിക്കുമല്ലോ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ പല രീതിയിലുള്ള റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്തേക്ക് വരിക. പോകെ പോകെയല്ലേ നമ്മൾ അറിയുന്നത് ഇവരുടെ തനി സ്വരൂപം അല്ലേ. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല, പക്ഷേ എന്നാൽ ഒരു ചെറിയ രീതിയിലൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് പോലും ചിലപ്പോൾ ഈ ഒരു സ്വഭാവം വന്നേക്കാം. അവരിലാണ് കൂടുതലുണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിശ്വസിച്ച് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പെട്ടെന്ന് അങ്ങനെ വീഴില്ല കേട്ടോ. അതായത് നമ്മൾ പെട്ടെന്ന് കുറേ സമയം എടുത്ത് ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ ചില സമയം നമുക്ക് എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റും. കാര്യം അവരുടെ അപ്രോച്ച് ഇങ്ങനെയല്ല. സ്വത്തിനോടും പണത്തിനോടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താല്പര്യത്തോടെ കാണിക്കുന്ന എന്നുള്ള ഒരു അപ്രോച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ പതിയെ മാറും. അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ആറ്റം ബോംബ് ഉണ്ടായിരുന്നു. ആറ്റം ബോംബിനെ ദേവി തകർത്ത് കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ശരിക്കും ബ്ലെസ്ഡ് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ആറ്റം ബോംബ് ശരിക്കും കത്തിച്ച് നശിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ശരിക്കും എന്നെ ദേവി എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ പുള്ളിക്കാരി എന്നിങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. ലൈക്ക് അവർ പോയി കേട്ടോ. ഒരു സമാധാനം ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. നമ്മുടെ പാരൻസ്, നമ്മുടെ സഹോദരൻ സഹോദരി, അല്ലെങ്കിൽ നമ്മളുടെ റിലേറ്റീവ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് പാരൻസ്, ഇവരൊക്കെ എനിക്ക് സപ്പോർട്ടാണ്. എല്ലായ്പ്പോഴും സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം, നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കരിവാരിത്തേക്കുന്ന സ്വഭാവക്കാരെ നമ്മൾ അറിഞ്ഞ് തന്നെ പ്രവർത്തിക്കണം കേട്ടോ. അത് അവർക്ക് തന്നെയായിരിക്കും തിരിച്ചടി. ഒരിക്കൽ പോലും നമ്മളെ ബാധിക്കാൻ പോകുന്നതല്ല. അവരിനി ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ രീതിയിൽ പോയാലും നമ്മളെ ബാധിക്കില്ല. കാര്യം എവിഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും സത്യസന്ധമായി പെരുമാറുന്നവരുടെ അടുത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പം അത് എങ്ങനെയൊക്കെ മാറ്റി ഇതാക്കിയാലും ലാസ്റ്റ് അവരുടെ തലയിലല്ലേ വീഴുള്ളൂ. സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മാക്സിമം നമ്മളെ സമാധാനത്തോടെയുള്ള ഒരു ജീവിതം. സത്യം പല്ലി ചലിച്ചേട്ടോ, അതുകൊണ്ട് സത്യം പറഞ്ഞു. അതാണ് ഏറ്റവും വേണ്ടത്. ഒരുപാട് ആഗ്രഹിക്കാൻ പാടില്ല. ഉള്ളത് കൊണ്ട് ജീവിക്കുക. ഒട്ടനവധി കാര്യങ്ങൾ അപ്പുറത്തെ വീട്ടിൽ അവർ ഭയങ്കരമായിട്ട് ആക്കുന്നുണ്ട്, ഭയങ്കര പൈസയുണ്ട്, അപ്പം നമുക്കും അങ്ങനെ ആകണം എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കെപ്പോൾ എങ്ങനെയാണോ അതിൽ കുറച്ചുകൂടെ മെച്ചപ്പെടാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം. അല്ലാതെ വല്ലവരുടെയും സ്വത്തും പണവും മോഹിക്കാൻ അതിൻ്റെ ആവശ്യമുണ്ടോ? സ്വന്തം അപ്പനും അമ്മയും ഉണ്ടാക്കിയ സ്വത്ത് പോലും നമ്മളിപ്പോൾ ആഗ്രഹിക്കാൻ പാടില്ല അല്ലേ? അല്ല, ഞാൻ പറയുന്നത് ശരിയാണോ എന്നുള്ളത്, തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയും ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമായിട്ട് നമ്മളെപ്പോഴും നല്ല രീതിയിൽ പോകണം. അതായത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. എനിക്കങ്ങനെ പറയാനേ പറ്റില്ല കേട്ടോ. കാര്യം എല്ലായ്പ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ വാരാഹ്യമയാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഇടേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിമിഷം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ നിമിഷമെന്നല്ല, ഞാൻ എൻ്റെ ദേവിയുടെ ഒരു ഭക്ത എന്നായോ അന്ന് മുതൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് സങ്കടങ്ങളുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല കേട്ടോ. സങ്കടങ്ങളുണ്ട്, പക്ഷെ അതെല്ലാം എന്നെ നല്ല രീതിയിൽ തന്നെ ഒരു ചേർത്ത് പിടിച്ച് ഒരു
എല്ലാ ദിവസവും കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല കാര്യങ്ങളിലും നമുക്ക് പ്രാർത്ഥന ചുമ്മാ നമുക്ക് പ്രാർത്ഥിച്ചാൽ പോരാ കേട്ടോ. വിശ്വാസത്തോടു കൂടി അറിഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മളെ മനസ്സ് ശരീരവും അതിൽ ഒരു 100% കൊടുക്കണമെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം അങ്ങനെ കൊടുത്തിട്ടേ കാര്യമുള്ളൂ. നമ്മൾ വിശ്വാസം ഇല്ലാതെ ചുമ്മാ ഒന്ന് മന്ത്രം ജപിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഒന്നൊരു കാര്യമില്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു കാര്യം നമുക്ക് നടന്നു കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് പ്രാർത്ഥിക്കരുത് കേട്ടോ. എപ്പോഴും നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടന്നു കിട്ടും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ഈ തെറ്റ് ചെയ്തവരെ എടുത്ത് നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് അവരെ നശിപ്പിക്കണം എന്നത് അങ്ങനെ ഉദ്ദേശിച്ച് പറയുന്നില്ല. പക്ഷെ അവർക്കുള്ളത് അവർക്ക് ഉറപ്പായിട്ടും കിട്ടും. അവർ ചെയ്യുന്നത് അനീതിയാണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് തെറ്റായ കാര്യമാണ് അല്ലേ. അപ്പോൾ അവർക്കുള്ളത് തിരിച്ചടിക്കും, ഉറപ്പാണ്. അത് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തിന് അറിയാമല്ലോ, അതനുസരിച്ച് ദൈവം കൊടുത്തോളൂ. അപ്പോൾ നമ്മൾ അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നൊരു മന്ത്രം എന്ന് പറയുന്നത് അത്യുഗ്രമായ മന്ത്രമാണ്. ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിച്ച് നോക്കൂ. മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉടനെ അറിയാം. 21 തവണ അല്ലെങ്കിൽ 1008 തവണ എഴുതുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജപിക്കുകയോ ആവാം. തെറ്റുകൂടാണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ജപിക്കണം. അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഓം ക്രോഡാനനായി നമഃ. 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 ഓം ക്രോഡാനനായി നമഃ.
ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ നമഃ. ഓം ക്രോഡാനനായ